നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമങ്ങൾ നാടിനെ അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി കെ രാജൻ. ജനാധിപത്യ വിരുദ്ധമായ സംഭവത്തിൽ വ്യക്തമായ പരിശോധനയും നടപടിയും വേണം. മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും മന്ത്രി. സ്ത്രീകൾ സമൂഹത്തിന്റെ വിളക്കാകണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ ജനസേവനത്തിന് സ്ത്രീകൾ സമയം കണ്ടെത്തണം. മണ്ണൂരിൽ മഹിളാ സംഘം പഞ്ചായത്ത് കൺവെൻഷൻ. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിചിത്രമായ പരാതി നൽകിയത് KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ. കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ടായതു മുതൽ സുരേഷ് ഗോപിയെ കാണാതായതെന്ന് പരാതിയിൽ പരാമർശം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമങ്ങൾ നാടിനെ അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി കെ രാജൻ. വ്യക്തമായ പരിശോധനയും നടപടിയും വേണം. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. വോട്ടർ പട്ടിക കൃത്രിമവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു. ഇത്തരം കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണ്. പരിശോധനയും ശക്തമായ നടപടിയും വേണം. ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരും. ശരിയായ നിലപാട് സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്നും കെ രാജൻ വ്യക്തമാക്കി. ഒരു കാരണവശാലും അത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആ ആരോപണങ്ങൾ ഉയർന്നു. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകുന്നു. ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ആ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം മാറ്റേണ്ട സാഹചര്യമൊന്നും പ്രത്യേകമായിട്ടില്ല. ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ ജനസേവനത്തിന് കൂടി സമയം കണ്ടെത്തണമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. മണ്ണൂരിൽ നടന്ന മഹിളാ സംഘം പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമലത മോഹൻദാസ്. കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അത് പുരുഷ സമൂഹം മാത്രം അതിൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് മാറ്റിവെച്ചാൽ സ്ത്രീക്കും ഓരോ സ്ത്രീകൾക്കും പ്രാദേശികമായും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏത് വിഷയത്തിലാണെങ്കിലും അത് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം സ്ത്രീകളും അതിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന പദവികൾ, ആ പദവികൾ കൃത്യമായി നിർവഹിക്കണം. ആ പദവി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് മെമ്പർമാരായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായും ഒക്കെ തന്നെ കടന്നു വരുന്ന വനിതകൾ. പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമലതയെ മഹിളാ സംഘം ഭാരവാഹികൾ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം സെക്രട്ടറി KV ബാബു, ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, P ബാബു, പിഞ്ചു എന്നിവർ സംസാരിച്ചു. ദർശനമോൾ സ്വാഗതവും സെലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായതു മുതൽ സുരേഷ് ഗോപിയെ കാണാനില്ലെന്നാണ് KSU നേതാവിൻ്റെ പരാതി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടായ സെൻട്രലിൽ നിന്നാണ് കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിന് 78 വയസ്സ് തികയുന്ന വേളയിൽ മതരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുന്നതിനും കോർപ്പറേറ്റ് മുതലാളിമാരുടെ പക്ഷം ചേർന്ന് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാർ അവസരമൊരുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് സമരസംഗമം സംഘടിപ്പിക്കുന്നത്. DYFI ഷൊർണൂർ മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം മുണ്ടായ സെൻട്രൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് നിർവഹിച്ചു. ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് ട്രാക്ടർ ഓടിച്ചുപോയി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നൂറുകണക്കിന് കർഷകർ തെരുവിൽ മരിച്ചു വീണത് ഈ നരേന്ദ്രമോദിയുടെ കാലത്താണ്. കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് BJP രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഇനി ഒരു കർഷകന്റെ മരണവും നമ്മുടെ രാജ്യത്തുണ്ടാവില്ല എന്നായിരുന്നു. ഒരു കർഷകനും
ഇങ്ങനെ അവന്റെ ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ BJP. അന്നവർ പറഞ്ഞു, ഒരു കർഷകൻ അവരുടെ ഉൽപ്പന്നത്തിന് എത്ര രൂപയാണോ ചെലവഴിക്കുന്നത് അത്രയും രൂപയും അതിൻ്റെ പകുതിയും മിനിമം സപ്പോർട്ടിംഗ് പ്രൈസായി, അതായത് താങ്ങുവിലയായി ഞങ്ങൾ നിർണയിച്ചു കൊടുക്കും എന്നാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പി ശ്രീജേഷ് സ്വാഗതം പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം പി സിന്ധു, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പട്ടത്ത്, M നാരായണൻ, ഉണ്ണിനന്ദനൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ, MP ശോഭ, KU വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ C രാഗേഷിന് സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പതാക കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. യുവാവിനെ ഇരുമ്പ് ലിവർ കൊണ്ട് ആക്രമിച്ച കേസിൽ ഒരാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. ദേശമംഗലം തലശ്ശേരി സ്വദേശി മോഹനന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി സ്വദേശി മോഹനന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 തലശ്ശേരി മില്ലുപടിയിൽ വെച്ച് ഷിഹാബ് എന്നയാളെയാണ് ഇരുമ്പ് ലിവർ കൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതി. തലയിലേക്ക് വീശിയ ഇരുമ്പ് ലിവറിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ നെറ്റിയുടെ ഇടതുവശത്ത് പരിക്കേറ്റ മോഹനെ തൃശൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലവെട്ടിച്ചില്ലായിരുന്നെങ്കിൽ തലയോട്ടി പൊട്ടി മരണം സംഭവിക്കുമായിരുന്നുവെന്ന് മോഹനൻ പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അഹമ്മദിയ വയോജന സംഘടനാ പ്രാദേശിക സമ്മേളനം പാഞ്ഞാൽ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്നു. സമ്മേളനം തൃശൂർ ജില്ലാ വയോജന സംഘടനാ പ്രസിഡന്റ് ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ളയുടെ പ്രാദേശിക സമ്മേളനമാണ് പാഞ്ഞാൽ വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്നത്. പ്രാദേശിക വയോജന സംഘടനാ പ്രസിഡന്റ് T റാഷിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് അഹമ്മദ് ഫസദ്, ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PA മുഹമ്മദ് കാസിം, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി മുഹമ്മദ് സലീം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇസ്ലാം ആദരിക്കുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അറബികളിൽ അന്ന് ഇസ്ലാം, അതായത് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തെ കുറിച്ച് വളരെ അന്ധകാരം നിറഞ്ഞൊരു കാലഘട്ടമാണ്. കരക്കടലും ഒരേപോലെ അക്രമം വ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നതിന് വിശേഷിപ്പിച്ചു. ആ കാലഘട്ടത്തിലാണ് അന്ന് മക്കയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്കറിയാം വളരെ വിലയിരുത്താവുന്ന ആളുകൾ മാത്രമാണ് വിദ്യാഭ്യാസം സിദ്ധിച്ചവരായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. സ്വകാര്യ ആദ്യത്തെ ആയത്തിനെ നമുക്കറിയാം, നീ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. പ്രസ്തുത സമ്മേളനത്തിൽ വാർഷിക റിപ്പോർട്ട് അവതരണം T റിയാസ് അഹമ്മദ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കൂട്ടുകലാവേദിയിലെ നാടൻ പാട്ട് കലാകാരനായിരുന്ന നിജിലിൻ്റെയും ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്ന ജിഷ്ണുവിൻ്റെയും പേരിലാണ് മുണ്ടായയിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, T മുരളീധരൻ, രാജേഷ് പട്ടത്ത്, കൗൺസിലർമാരായ P ജിഷ, K രാജലക്ഷ്മി, T ലത, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം MP ശോഭ, KU വിവേക, T അജിൽ, P ശ്രീജേഷ്, K ഷിമ, P ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഹാരാഷ്ട്ര തിലക് സർവകലാശാലയുടെ ലോകമാന്യ തിലക് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ CM നീലകണ്ഠനെ ഷൊർണൂർ പരുത്തിപ്ര സുബ്രഹ്മണ്യ സേവാ സമിതി തൈപ്പോയ ആഘോഷ കമ്മിറ്റി ആദരിച്ചു. പരുത്തിപ്രയിലെ വീട്ടിലെത്തി ഉപഹാരം സമ്മാനിച്ചാണ് ഭാരവാഹികൾ നീലകണ്ഠൻ മാസ്റ്ററെ ആദരിച്ചത്. ശക്തമായ മഴയിൽ പാതയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കി ഗതാഗതം സുഗമമാക്കി BJP കുളപ്പുള്ളി പാറക്കുളം ഏരിയ കമ്മിറ്റി. ശ്രമദാനം BJP ബൂത്ത് പ്രസിഡന്റ് KK മനോജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പ്രദേശത്തെ പാതകളിൽ മണ്ണടിഞ്ഞ് ഗതാഗതം ക്ലേശകരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് BJP ഏരിയ കമ്മിറ്റി ശ്രമദാനവുമായി രംഗത്ത് വന്നത്.
മണ്ണും ചരലും നീക്കി റോഡുകൾ BJP പ്രവർത്തകർ സഞ്ചാരയോഗ്യമാക്കി. ബൂത്ത് പ്രസിഡന്റ് KK മനോജ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PK സുഭാഷ്, ജനറൽ സെക്രട്ടറി സുചിത്ര വിനോദ്, രഞ്ജിത്ത്, മെബിൻ മോഹൻ, രാധാകൃഷ്ണൻ PK, PC സുജിത്ത്, ധന്യ സജീവ്, രാജി സുഭാഷ്, നിഷ അർജുൻ, സുജാത ഹരി, PK വിഷ്ണു, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഏരിയയിൽ അടിയന്തരമായി ചെയ്യേണ്ട സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യുവാക്കളെ ഉൾക്കൊള്ളിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് PK സുഭാഷ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പുലാച്ചിത്തറ കിള്ളിക്കാവിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് കർക്കിടക കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. എഴുത്തുകാരിയും അധ്യാപികയുമായ PK സാജിദ എഴുതിയ ചെകുത്താൻ്റെ കോട്ട ബാലനോവൽ പ്രകാശനം ലക്കിടിയിൽ നടന്നു. അഡ്വക്കേറ്റ് പ്രേമകുമാർ MLA പുസ്തകം പ്രകാശനം നിർവഹിച്ചു. സാജിദയ്ക്ക് ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്നും MLA പറഞ്ഞു. സാജിദയ്ക്ക് പിന്തുണയായി നിരവധി എഴുത്തുകാരും വേദിയിലെത്തി. സാജിദ ടീച്ചറുടെ ചടങ്ങിന് വലിയ ജനക്കൂട്ടവും ജനപ്രതിനിധികളും പങ്കെടുത്തത് MLA ചൂണ്ടിക്കാട്ടി. പൊതുസമൂഹം സാജിദയ്ക്കൊപ്പമുണ്ടെന്ന തെളിവാണ് ജനക്കൂട്ടമെന്നും MLA പറഞ്ഞു. അലിഖിതമായ വിലക്കുകൾ നാം അറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിലുണ്ട്. അത്തരത്തിലുള്ള വിലക്കുകളും എല്ലാം ഉള്ള കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരത്തിന്റെ തലത്തിൽ ആ സ്വാതന്ത്ര്യത്തെ ശരിയായ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള പരിമിതികളെല്ലാം വേഗതയിൽ മുറിച്ചു കിടക്കുകയും ചെയ്യാൻ ശ്രീമതി സാജിദയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശനത്തിൽ ഒത്തുചേരുന്നവരുടെ എല്ലാം വലിയ തോതിലുള്ള സന്തോഷത്തിന്റെ കാരണം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അക്ഷരജാലകം ചീഫ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P മോഹനകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എഴുത്തുകാരൻ രാജേഷ് മേനോൻ പുസ്തകം പരിചയപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്തിന് നൽകി ആദ്യ വിൽപ്പന നടത്തി. ഒറ്റപ്പാലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, തനിമ കലാസാഹിത്യവേദി ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ, വാർഡംഗം K ബാലൻ, BPC വെങ്കടേശ്വരൻ മാസ്റ്റർ, KSTA സെക്രട്ടറി ഗിരീഷ് മാസ്റ്റർ, ബിനോയ് പോൾ മലപ്പുറം, എഴുത്തുകാരൻ TVM അലി, പ്രഭാകരൻ മാസ്റ്റർ, ട്രാഫിക് SI വിനോദ് B നായർ, ചിത്രകാരി ശ്രീജ പള്ളം എന്നിവർ സംസാരിച്ചു. PK സാജിദ സ്വാഗതവും ലക്കിടി AJB സ്കൂൾ പ്രധാനാധ്യാപിക KS ഇന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമങ്ങൾ നാടിനെ അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി K രാജൻ. ജനാധിപത്യവിരുദ്ധമായ സംഭവത്തിൽ വ്യക്തമായ പരിശോധനയും നടപടിയും വേണം. മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും മന്ത്രി. സ്ത്രീകൾ സമൂഹത്തിന്റെ വിളക്കാകണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ ജനസേവനത്തിന് സ്ത്രീകൾ സമയം കണ്ടെത്തണം. മണ്ണൂരിൽ മഹിളാ സംഘം പഞ്ചായത്ത് കൺവെൻഷൻ. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി. തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിചിത്രമായ പരാതി നൽകിയത് KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ. കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ടായതു മുതൽ സുരേഷ് ഗോപിയെ കാണാതായതെന്ന് പരാതിയിൽ പരാമർശം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.